പ്രേമേ, നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അല്ലെ, 14 വർഷങ്ങൾക്ക് ശേഷം തന്നെ ഒരു US സെക്രട്ടറി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. അതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പതിയെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിച്ച ചില സസ്പെൻസുകളുമായിട്ടൊക്കെയാണ് നമ്മളെ രാജ്യത്തേക്ക് അദ്ദേഹം വന്നത്. ആ സസ്പെൻസ് ഞാൻ പറയുന്നില്ല, പ്രേം തന്നെ പറഞ്ഞാൽ മതി. അല്ല, സ്റ്റേറ്റ് സെക്രട്ടറി 14 വർഷത്തിന് ശേഷം വരുന്നു. അതിൽ ഹിലാരി ക്ലിന്റൺ ആണ് അവസാനം വന്നു പോയതാണ്. അല്ല, അതിൽ സ്റ്റേറ്റ് സെക്രട്ടറിയേക്കാൾ വലുതാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപ് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ സാങ്കത്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്നത്, ഇത് ഈ മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വാസ്തവത്തിൽ ഡ്യൂപ്പ് കളിക്കുകയാണ്. ട്രംപിന് ഡ്യൂപ്പിട്ടിരിക്കുക. മനസ്സിലായി. ട്രംപ് വരേണ്ട സ്ഥാനത്താണ് ട്രംപിന് പകരം മാർക്കോ റൂബിയോനെ ഉന്തിത്തള്ളി വിട്ടേക്കുന്നത്. ട്രംപിന് ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ ഒരിച്ചിരി ചളിപ്പുണ്ട്. അതാണ് വാസ്തവം. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഏർപ്പാടല്ല. നമ്മൾ മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അറിയാമല്ലോ ട്രംപ് കളിച്ച നാടകം. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ സമയത്താണ് ആ സമയത്താണ് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയത്. മനസ്സിലായി. നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ തെറ്റിയത്. അതിനുശേഷം ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര തർക്കം, വ്യാപാര യുദ്ധം തുടങ്ങി വെച്ചു. ഇതിനുശേഷം കാനഡയിൽ വെച്ച് നമ്മുടെ G7 രാജ്യങ്ങളുടെ ഇത് യോഗത്തിൽ നരേന്ദ്രമോദി ക്ഷണിതാവായിരുന്നു. അവിടെ വെച്ച് ട്രംപിനെ കാണേണ്ടതായിരുന്നു. ട്രംപ് രാമാനം അമേരിക്കയിലേക്ക് മുങ്ങി. പറഞ്ഞ കാരണം അന്ന് നമ്മുടെ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള കർട്ടൻ റൈസർ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബിടാൻ പോകുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി അടിയന്തരമായിട്ട് മറ്റേ പെൻറ്റഗണിൽ ഒരു മീറ്റിംഗ് പങ്കെടുക്കണമെന്നും പറഞ്ഞാണ് ട്രംപ് അവിടുന്ന് മുങ്ങിയത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മോദീനെ ഫോണിൽ വിളിച്ചു, പോകുന്ന വഴിക്കൊന്ന് കയറിയിട്ട് പോണേ. മോദി കയറിയില്ല. പിന്നെ ഇതേപോലെ സമാനമായ മറ്റു പല വേദികളിലും രണ്ട് നേതാക്കളും ഒരേപോലെ ഉണ്ടാകേണ്ട വേദിയിൽ ഒന്നുകിൽ ആരെങ്കിലും ഒരാൾ ആ വേദിയിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ അത് ആ പരിപാടി വേണ്ടാന്ന് നോക്കുക. അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ പരമാവധി ഒഴിവാക്കിയിരുന്നു. പിന്നെ ഫോൺ കോളുകൾ നടക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ട്രംപ് നേരെ ഫോൺ വിളിച്ചിട്ട് കൂടെ ആവർത്തിക്കും, നരേന്ദ്രമോദി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതേ ട്രംപ് തന്നെയാണ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നത്, ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി ഞാൻ നേരെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ ക്വാഡ് സമിറ്റ് എന്നാണ് പറയുക. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന ചൈന വിരുദ്ധ അമേരിക്കൻ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഇപ്പോൾ ചൈനയ്ക്കെതിരെ നിൽക്കുന്ന ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, പിന്നെ അവിടുന്ന് വരുന്ന അമേരിക്ക, ഇവരെല്ലാവരും കൂടി കൂട്ടാക്കിയാണ് ഈ ക്വാഡ് കൂട്ടായ്മ. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം വരേണ്ടിയിരുന്നതാണ് ട്രംപ്. അത് വേണ്ടാന്ന് വെച്ചു, ഒഴിവായി. അതിങ്ങനെ നീണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും വരുന്നു എന്ന് പറയും. അങ്ങനെ വരുന്നതിന് പകരമാണ് ഇപ്പോൾ ക്വാഡ് കൂട്ടായ്മ നടക്കുകയാണ്. ട്രംപിന് പകരം ഡ്യൂപ്പായിട്ട് മാർക്കോ റൂബിയോ വന്നേക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടി? അതും രസമാണ്. ഈ മാർക്കോ റൂബിയോ ഇവിടെ 4 ദിവസത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഈ അമേരിക്കയുടെ 280ാമത് സ്വാതന്ത്ര്യ ലബ്ധിയായിട്ട് ബന്ധപ്പെട്ട് വാർഷികാചരണ പരിപാടികളിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം മോദിയുമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വാചാലമായിട്ട് സംസാരിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളാണ്, അടുത്ത നയതന്ത്ര ബന്ധമുണ്ട്, ഇന്ത്യ എന്താഗ്രഹിച്ചാലും ഞാൻ തരും എന്ന രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ അതിലാണ് നമ്മുടെ എന്തുകൊണ്ട് ഈ ട്രംപ് വരാതിരിക്കുന്നു, എന്താഗ്രഹിച്ചാലും ഞാൻ തരും എന്നൊക്കെ പറയുന്നു. അതിൻ്റെ കാരണമുണ്ട്. കാരണം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് 2 രാജ്യങ്ങളെ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അതൊന്ന് ഇന്ത്യ, മറ്റൊന്ന് ചൈന. കാരണം ഈ ഇറാനുമായിട്ട് ഏറ്റവും വലിയ സൗഹൃദം പുലർത്തുന്ന 2 രാജ്യങ്ങൾ, പിന്നെ റഷ്യയുണ്ട്. റഷ്യയും പിന്നെ അമേരിക്കയായിട്ട് നല്ല ചങ്ങാത്തത്തിലായതുകൊണ്ട് ഒരു പണി നടക്കില്ല. ചൈനയായിട്ടും ഏതാണ്ട് അതേപോലെ അവസ്ഥയായതുകൊണ്ട് അവിടുത്തെ ഒരു പണി നടക്കില്ല. പിന്നെ ആശ്രയിക്കാവുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇറാനും ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. ഇറാനും അതേ അനുഭാവപൂർവമായ സമീപനം നമ്മളോടുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ച് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സാധ്യതകൾ ആരായാനായിട്ടാണ് വാസ്തവത്തിൽ വന്നേക്കുന്നത്. അതിൻ്റെ കാരണം ഈ ഹോർമൂസ് കടലിടുക്ക് ശാന്തമായി സമാധാനപരമായി പുനഃസ്ഥാപിക്കപ്പെടണം. ഇറാൻ എടുത്തിരിക്കുന്ന കടുത്ത നിലപാടുകളാണ് അവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക് അമേരിക്ക തോറ്റ് പിന്മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവരെ ഒന്ന് അനുനയിപ്പിക്കുക, അതിനുവേണ്ടി ഇന്ത്യയുടെ സാധ്യതകൾ ആരായുക എന്നുള്ളതാണ് ഇയാളുടെ വരവിൻ്റെ പ്രധാന ഉദ്ദേശം. കൂടാതെ ഈ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു വർഷം മുമ്പ് തുടങ്ങിയ ചില സൗന്ദര്യ പിണക്കങ്ങളുണ്ട്. ഈ വ്യാപാര യുദ്ധം
രണ്ട് തീരുവ യുദ്ധം. രണ്ട് രാജ്യങ്ങളും തമ്മിലും കയറ്റുമതി ഇറക്കുമതിയിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളതാണ് ട്രംപിന്റെ കണ്ടെത്തൽ. അത് കണ്ടെത്തലല്ല, അത് വാസ്തവമാണ്. ഇപ്പോൾ നമ്മൾ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് വിറ്റഴിക്കാനുള്ള വിപണി എന്ന നിലയിലാണ് നമ്മൾ അമേരിക്കയെ ആശ്രയിക്കുന്നത്. പക്ഷെ ട്രംപിന്റെ കണ്ടുപിടുത്തം നമ്മൾ അമേരിക്കയിൽ നിന്ന് സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതിന് പകരം ഡോളർ കിട്ടുന്നതിന് ഇപ്പം എന്ത് ചെയ്യാനൊക്കും? അപ്പോൾ ഇതിന് പരിഹാരം എന്ന നിലയിൽ അദ്ദേഹം ഈ താരിഫ് ഏർപ്പെടുത്തി. ഒരു മരമണ്ടൻ തീരുമാനമായിരുന്നു. ഈ ബൂമറാങ് എന്നൊക്കെ പറയുമല്ലോ, ഈ വെച്ച വെടി തിരിച്ചു വന്ന് എവിടെയോ കൊള്ളുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ പറയുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അവിടെ മരുന്ന് ക്ഷാമം ഉണ്ടായി. അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന ജനറിക് മരുന്നുകളിൽ 50% കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ അവിടെ അവശ്യ വസ്തുക്കളേറെ, തുണിത്തരങ്ങൾ, ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതിൻ്റെയൊക്കെ നിർമ്മാണം അവിടെ തടസ്സപ്പെടുന്നു. കാര്യം പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളൊക്കെ വന്നുകൊണ്ടിരുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്നെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ചൈന, രണ്ടുമായിട്ടും ഇവർ അടിച്ചു പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ ആഭ്യന്തര വിപണി ആകെ താറുമാറായി. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുക, ഇപ്പം ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഈ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അത് ഇതുവരെ ഒരു എഗ്രിമെൻറ്റിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതിനൊരു ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് രമ്യമായി പരിഹരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ വരവിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യാപാര അന്തരം. ഇന്ത്യയും അമേരിക്കയുമായിട്ട് വ്യാപാര കമ്മിയുണ്ട്, വാസ്തവമാണ്. അത് പരിഹരിക്കാനുള്ള സുവർണ അവസരമായിട്ടാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. കാരണം നമ്മൾ അമേരിക്കയിൽ നിന്നും വാങ്ങുന്നില്ല എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു പരാതി. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് അവരൊരു ഓഫർ വെക്കുകയാണ്. അമേരിക്കയിൽ ഇഷ്ടം പോലെ ക്രൂഡ് ഓയിൽ ഉണ്ട്. നിലവിൽ നമ്മളൊരു ക്രൈസിസ് അനുഭവിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണം. ഇപ്പോൾ വെനസ്വേലയിൽ നിന്നൊക്കെ കൊണ്ടുവന്നായിരിക്കും. വെനസ്വേലയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വാങ്ങണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ആരാ മുതലേ? സംഭവം അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ വർധനവ് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ 3%, നമ്മൾ വാങ്ങുന്ന ക്രൂഡ് ഓയിലിൻ്റെ വെറും 3% മാത്രമാണ് അമേരിക്കയിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതൊരു 8% വർദ്ധിച്ചിട്ടുണ്ട് ഈ സവിശേഷ സാഹചര്യത്തിൽ. എന്നിട്ട് പോലും അത് 8% വർദ്ധിച്ചിട്ടുള്ളൂ. പക്ഷേ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ ഇപ്പോൾ പൂർവാധികം ശക്തി, മൊത്തം നമ്മുടെ ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 33% ഇപ്പോൾ റഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ അതായത് അപ്രഖ്യാപിതമായ, അതായത് ഒരു ടൈം ഇത് വെക്കാതെ, ഒരു സമയപരിധി വെക്കാതെ ഉള്ള ഇളവ് ഇപ്പോൾ അനുവദിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം ഈ ക്രൈസിസ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് അമേരിക്ക തന്നെ ഉണ്ടാക്കി വെച്ച കുഴപ്പമാണല്ലോ. അപ്പോൾ ഇവിടെ അമേരിക്ക ഇപ്പോൾ കാണുന്നത് ആവശ്യത്തിന്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും തരാൻ തയ്യാറാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ക്രൂഡ് ഓയിൽ വേണോ അത്രമാത്രം ഞങ്ങൾ തരാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തരത്തിൽ ഇപ്പോഴുണ്ടാകുന്ന ക്രൈസിസ് പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യയെ വിശ്വാസത്തിലെടുക്കുക, പരമാവധി ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം. പിന്നെ ഈ പറയുന്നത് പോലെ ഈ പണ്ട് നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടായിരുന്നത്, എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയില്ല. നമ്മുടെ കേരള സംസ്ഥാനത്തു നിന്ന് ചില മന്ത്രിമാർ അവരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ നേതാക്കളെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോകും. കൂട്ടത്തിൽ കേന്ദ്രമന്ത്രിക്ക് ഒരു നിവേദനവും കൊടുക്കും. സർക്കാർ ചെലവിലായിരിക്കും പോവുക. എന്നിട്ട് പറയുന്നത് എന്തായിരിക്കും? കേന്ദ്രമന്ത്രിക്ക് കണ്ട് നിവേദനം കൊടുക്കാൻ പോയി, ഇവിടുന്ന് ഒരു കത്തെഴുതി അയച്ചാലും ആ കത്ത് അവിടെ കിട്ടുമെന്നുള്ളത് നമുക്കറിയാം എന്ന് പറയുന്നത് പോലെ അമേരിക്കൻ പ്രതിനിധി ഇവിടെ വന്നിരിക്കുന്നത് കോഡ് കൂട്ടായ്മയ്ക്കാണെന്നാണ് ഔദ്യോഗികമായി പറയേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ വാസ്തവത്തിലുള്ള ഉദ്ദേശം ഇത്തരം ചില കാര്യങ്ങളിലാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് നമുക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ പ്രോട്ടോക്കോളൊന്നും നോക്കാതെ മന്ത്രിമാരോ പ്രധാനമന്ത്രി നേരിട്ടോ പോയി അവരെ പോയി സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന മാർക്കോ റൂബിയോ വന്നപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയില്ല. പ്രധാനമന്ത്രി പോകേണ്ട ആവശ്യമില്ല. അതായത് അതേ ഡെസിഗ്നേഷനുള്ള ആൾ വരുമ്പോൾ മാത്രം പ്രധാനമന്ത്രി പോയാൽ മതി. വിദേശകാര്യമന്ത്രിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷേ പ്രോട്ടോകോൾ പ്രകാരം അതിൻ്റെ ആവശ്യമില്ല. അവിടുത്തെ ഒരു സെക്രട്ടറിയാണ് വരുന്നതെങ്കിൽ അതേ ഡെസിഗ്നേഷനുള്ള ഒരു സെക്രട്ടറി മാത്രം പോയാൽ മതി. ഇപ്പോൾ ഇവിടെ അതേ ചെയ്തിട്ടുള്ളൂ. അമേരിക്ക നമുക്ക് സവിശേഷ അതിഥിയല്ല എന്നൊരു സന്ദേശവും ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ ഈ രീതിയിൽ നേർക്കുനേർ, അതായത് തുല്യതയിൽ നിന്നുകൊണ്ടുള്ള ചർച്ച മാത്രം മതി. പഴയകാല അമേരിക്കയിൽ നമുക്ക് അമേരിക്കയുടെ എന്തെങ്കിലും ഒരു ഔദാര്യം കിട്ടണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ ഇല്ല. തുല്യതയിൽ നിന്നുള്ള ചർച്ച മാത്രം മതി എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് മാർക്കോ റൂബിയോ വന്നിട്ടുണ്ട്, ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ 2-3 കാര്യങ്ങളിൽ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കരുതാം. $500 മില്യൺ ഒരു കരാറ് കാർഷിക മേഖലയിലേക്ക്
എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെ ചേട്ടാ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുണ്ടല്ലോ, ആ കരാറ് ഏതാണ്ട് ഫൈനലൈസേഷനിൽ എത്തി നിൽക്കുകയാണ്. ആ കരാർ എന്ന് ഒപ്പിടും, ആ ഒപ്പിടാൻ വേണ്ടി ആ ട്രംപ് ചേട്ടൻ ഇങ്ങ് വരുമെന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതിനുള്ള ഒരു ഫ്രെയിം വർക്ക് അതിൽ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം. ചർച്ച ചെയ്യാവുന്ന പരമാവധി ചർച്ച ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി. അപ്പൊ ഏതായാലും അദ്ദേഹം വരുന്നതിൽ ഈ 2-3 കാര്യങ്ങളിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാവും. ഒന്ന്, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനം പറയും, അതിൽ പ്രഖ്യാപനം ഉണ്ടാവണം. 2, ഈ പറയുന്ന പോലെ വ്യാപാര കരാർ. 3, ഇറാനിൽ നിന്ന് അമേരിക്ക പിടിച്ചിരിക്കുന്ന പുലിവാല് നീക്കി കൊടുക്കാൻ ഇന്ത്യ പശ്ചിമേഷ്യൻ യുദ്ധം എങ്ങനെ തീർക്കും എന്നുള്ള കാര്യം. ഇവിടെ ഇന്ത്യയെ എത്ര പ്രാധാന്യത്തോടെ ട്രംപ് വിളിക്കുന്നു, അതായത് പിന്നെ അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഇന്ത്യ ഒരു ഘട്ടത്തിൽ പിണക്കിയതിന്റെ ദുരന്ത ഫലം ഇപ്പോൾ ഇവിടെ നമ്മളെ വിളിക്കുമ്പോൾ പാകിസ്ഥാൻ ആരാവും? പാകിസ്ഥാൻ അതിൽ ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ മാർക്കോ റൂബിയോ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇറാൻ അമേരിക്ക മധ്യസ്ഥ ചർച്ചയിൽ മധ്യസ്ഥ റോളിൽ നിന്നത് പാകിസ്ഥാനാണ്. അതൊരിക്കലും ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകാൻ കാരണമാകില്ല എന്ന് ഉറപ്പ് അവർ തന്നേക്കുന്നു. കാര്യം ഇന്ത്യയെ പരിഗണിക്കാതെ പാകിസ്ഥാനെ പരിഗണിച്ചതിൽ ഇന്ത്യക്കൊരു നീരസമുണ്ടെങ്കിൽ അത് വേണ്ട, അത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കില്ല, അത് വേറൊരു വഴിക്ക് പോകും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.